ഒരു കല്യാണ പരിപാടിക്ക് പോയാൽ ഭൂരിഭാഗം പേരും ഫോക്കസ് ചെയ്യുന്നത് ഫുഡിന്റെ കാര്യത്തിലായിരിക്കും എന്നതിന് ഒരു സംശയം വേണ്ട. ഞാൻ ഇന്ന് പോകുന്നത് വേറെ എവിടേക്കുമല്ല, പണ്ട് +2 ഡിഗ്രി പഠനകാലത്ത് വട്ടച്ചെലവിന് വേണ്ടി പിള്ളേരോടൊപ്പം കാറ്ററിംഗ് വർക്കിന് പോയ ഉണ്ണിയേട്ടന്റെ ഗ്രേറ്റ് കാറ്ററിംഗ് ആലത്തൂരിന്റെ ഒരു പരിപാടിക്കാണ്. ഉണ്ണിയേട്ടനെ കുറിച്ചും ഗ്രേറ്റ് കാറ്ററിംഗിനെ കുറിച്ചും പറയുകയാണെങ്കിൽ ഫുഡ് പ്രിപ്പറേഷൻ രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തും കാറ്ററിംഗ് സർവീസ് രംഗത്ത് 17 വർഷത്തെ പരിചയ സമ്പത്തുമാണ് ഗ്രേറ്റ് കാറ്ററിംഗിന്റെ പ്രത്യേകത. നേരെ കയറി ചെന്നും വെൽക്കം ഡ്രിങ്ക്സിന്റെ ഭാഗത്ത് പലതരം ജ്യൂസുകളുമായി നമ്മളെ സ്വീകരിക്കാൻ ഉണ്ണിയേട്ടനും ടീം റെഡിയാണ്. നേരെ പോയി എന്റെ ഫേവറേറ്റ് മുന്തിരി ജ്യൂസും എടുത്ത് മൂപ്പരുടെ കുറച്ച് കുശലവും പറഞ്ഞ് ചെക്കനും പെണ്ണിന്റെയും വരവും കാത്ത് ഹാളിലേക്ക്, തുടർന്ന് ഫുഡിന്റെ ഏരിയയിലോട്ട്. ഡൈനിങ് ഹാളിൽ കാറ്ററിംഗ് ബോയ്സിന് ഇൻസ്ട്രക്ഷൻ മറ്റും കൊടുക്കുന്ന തിരക്കിലാണ് ഉണ്ണിയേട്ടൻ. ഹാളിലേക്കൊന്ന് കണ്ണോടിച്ച് നോക്കിയപ്പോൾ ഞാൻ കണ്ടത് പഴയ കാറ്ററിംഗ് സെറ്റിംഗ്സ് ഒന്നുമല്ല, ആകെ മൊത്തത്തിൽ അടിമുടി മാറ്റം. സ്റ്റീൽ കൗണ്ടർ വിത്ത് ബാക്ക്ഗ്രൗണ്ട് സെറ്റിംഗ്സ്, അതുപോലെ ഒന്നും രണ്ടുമല്ല, ഒരുപാട് വ്യത്യസ്ത തരം സാലഡും നിരത്തി വെച്ച് സാലഡ് കൗണ്ടറും. ഡെസേർട്ടിന്റെ ഭാഗത്ത് പോയപ്പോൾ ഐസ്ക്രീം വിത്ത് ഗുലാം ജാം, കോട്ടൺ കാൻഡി, പോപ്കോൺ, ചായ, ഇതെല്ലാം നല്ല രീതിയിൽ തന്നെ ഒരുക്കി വെച്ചുകൊണ്ട് ഒരു ഭാഗം. പിന്നെ ഒന്നും നോക്കിയില്ല, പ്ലേറ്റ് എടുത്ത് നേരെ കഴിക്കാൻ. പാലപ്പം, പത്തിരി, നൂൽക്കോയിൻ പൊറോട്ട, ചെന്ന മസാല, ബിരിയാണി റൈസ്, ചിക്കൻ റോസ്റ്റ്, ചിക്കൻ 65, കോട്ടയം സ്റ്റൈൽ ബീഫ് ഉലർത്ത് തുടങ്ങിയ ഐറ്റംസുമായി നോൺ വെജ് കൗണ്ടറും, ഗോബി ഫ്രൈ, പനീർ ബട്ടർ മസാല, ചെന്ന മസാല, ബിരിയാണി റൈസ് തുടങ്ങിയ ഐറ്റംസും വെജിറ്റേറിയൻ കൗണ്ടറും സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കഴിക്കാനുള്ളത് മാത്രം എടുത്ത് നേരെ ഡൈനിങ് ടേബിളിലേക്ക് വന്നിരുന്ന് എന്റെ പണി നല്ല വെടുപ്പായി തുടങ്ങി. അന്നും ഇന്നും ഫുഡിന്റെ കാര്യത്തിൽ ഗ്രേറ്റ് കാറ്ററിംഗ് നല്ല രീതിയിൽ തന്നെ ക്വാളിറ്റി ഫുഡ് കൊടുക്കുന്നുണ്ട് ഇതോടെ മനസ്സിലായി. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളുടെ ചെറുതും വലുതുമായ ഏത് പരിപാടിക്കും ഉണ്ണിയേട്ടനെ കോൺടാക്ട് ചെയ്യാവുന്ന നമ്പറാണ് ഈ കൊടുത്തിരിക്കുന്നത്.